ഇനി ഞാൻ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പോവാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് പ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നില്ലേ. അതായത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏത് ബേസിസിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ ഇതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. പ്രൂഫ് ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. ഇനി നമ്മൾ എന്താ കാണിക്കേണ്ടത്? ഈ വിയുടെ ഏത് ബേസിസ് എടുത്താലും അതിലൊക്കെ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവുക എന്ന് കാണിക്കണം. ഓക്കെ, ദെൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. ഈ വിക്ക് ഒരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഫൈനൈറ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സിലെ ബേസിസ്. ഇതിന് ഇൻഫിനിറ്റ് ബേസിസ് ഉണ്ടോ അല്ലേ, ആ ചർച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം എൻ്റെ ചോദ്യം, ഇതിന് ഒരു ഫൈനൈറ്റ് ബേസിസ് എങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പോസിറ്റ് ആലോചിക്കാം. പറ്റും. അത് എവിടുന്ന് പറയാനറിയോ? നമ്മൾ നേരത്തെ എവരി ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഹാസ് എ ബേസിസ് എന്ന് പ്രൂവ് ചെയ്ത് ഓർമ്മ ഉണ്ടോ? ആ പ്രൂഫ് ഒന്നും എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അവിടെ നമ്മൾ ചെയ്തത് അതിൻ്റെ ഒരു ഫൈനൈറ്റ് സ്പാനിങ് സെറ്റ് എടുത്തിട്ട് അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ബേസിസ് ഉണ്ടാക്കുക ചെയ്ത്, അല്ലേ? ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ഫൈനൈറ്റ് സ്പാനിങ് സെറ്റ് ഉണ്ടാവും. എന്നിട്ട് അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ബേസിസ് അവിടെ നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ആ ബേസിസ് ഒരു ഫൈനൈറ്റ് ബേസിസ് അല്ലേ? അപ്പോൾ ആ പ്രൂഫ് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിനും ഒരു ഫൈനൈറ്റ് ബേസിസ് എങ്കിലും ഉണ്ട്. അപ്പം ഈ വിക്കും ഒരു ഫൈനൈറ്റ് ബേസിസ് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അത്തരം ഒരു ബേസിസിന് ഞാൻ ബി എന്ന് വിളിക്കട്ടെ. ലെറ്റ് ബി ഈക്വൽ ടു എല്ലാത്തിലുള്ള എലമെൻസിനെ നമുക്ക് V1 എക്സെട്ര വി എന്ന് വിളിക്കാം. അപ്പോൾ ഇതിന് ഒരു ഫൈനൈറ്റ് ബേസിസ് എങ്കിലും ഉണ്ട്. അത്തരം ഒരു ബേസിസ് ഞാനിങ്ങനെ വിളിച്ചു, ബി എ ഫൈനൈറ്റ് ബേസിസ് ഓഫ് വി. ക്ലിയർ ആണല്ലോ? ഇനി ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ വിയുടെ ഒരു ബേസിസിൽ ഇപ്പോൾ n എലമെൻറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ വിയുടെ ഏത് ബേസിസ് എടുത്താലും അതിലൊക്കെ തന്നെ n എലമെൻറ്റ്സ് ഉള്ളൂ എന്ന് കാണിച്ചാൽ പോരെ? ക്ലിയർ. ഓക്കെ, ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുക. ആദ്യം ഞാൻ പ്രൂവ് ചെയ്യും ഈ എന്നിൽ കുറഞ്ഞ എലമെൻറ്റ്സുള്ള ഒരു ബേസിസും ഈ വീക്കില്ല എന്ന് പ്രൂവ് ചെയ്യും. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പ്രൂവ് ചെയ്യും എന്നിൽ കൂടുതൽ എലമെൻറ്റ്സുള്ള ഒരു ബേസിസും ഈ വീക്കില്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്യും. അപ്പോൾ പിന്നെ ഇതിൻ്റെ എല്ലാ ബേസിസിലും n എലമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റെപ്പ് വൺ എന്നിൽ കുറഞ്ഞ എലമെൻറ്റ്സുള്ള ഒറ്റ ബേസിസും ഈ വീക്കില്ല എന്ന് കാണിക്കണം. ഇവിടെ ഞാൻ കോൺട്രഡിക്ഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. ഞാൻ കുറച്ച് എഴുതട്ടെ. ഇത് പോസിറ്റീവ് വായിച്ചു കേട്ടോ. ഇവിടെ ഞാൻ ചെയ്തത് ഈ സ്പേസിന് എന്നിനേക്കാളും കുറഞ്ഞ എലമെൻറ്റ്സുള്ള മറ്റൊരു ബേസിസ് B1 ഉണ്ട് വിചാരിക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ m<n. അപ്പോൾ ഇവിടെ ഈ ബേസിസിൽ n എലമെൻറ്റ്സ് ഉണ്ട്, ഈ ബേസിസിൽ m എലമെൻറ്റ്സ് ഉള്ളത്, പക്ഷേ m<n ആണ്. ഇതൊരു കോൺട്രഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. പോസിറ്റീവ് ആലോചിച്ച് നോക്കുക. ഞാൻ ഹിൻഡ് തരാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വെക്ടർ സ്പേസിന് 5 എലമെൻറ്റ്സിൽ ഒരു ബേസിസ് ഇങ്ങനെ കിട്ടി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വെക്ടർ സ്പേസിലെ 5 എലമെൻറ്റ്സിൽ ഏത് ലീനിയർലി ഇൻഡിപെൻഡൻസ് എടുത്താലും അതൊക്കെ അതിൻ്റെ ബേസിസ് ആയിരിക്കില്ലേ? അപ്പോൾ അതേമാതിരി ഇവിടെ ഈ m എലമെൻറ്റ്സിലുള്ള ഈ B1 എന്താണ്? ഒരു ബേസിസാണ്. അപ്പം ഈ സ്പേസിലെ m എലമെൻറ്റ്സിലെ ഏത് ലീനിയർലി ഇൻഡിപെൻഡൻസ് എടുത്താലും അതും എന്തായിരിക്കും? ഈ സ്പേസിൻ്റെ ബേസിസ് ആയിരിക്കും. ഡൗട്ടില്ലല്ലോ? അതാണ് ഇവിടെ ഹിൻറ്റ്. ശ്രദ്ധിക്കണം, ഇവിടെ ഇപ്പോൾ 2 ബേസിസ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് n എലമെൻറ്റ്സ് ആണ്, ഇതിൻ്റെ അകത്ത് m എലമെൻറ്റ്സേ ഉള്ളൂ, കുറച്ചുകൂടി കുറവാണ്. ഇനി ഇത് ബേസിസ് ആയതുകൊണ്ട് തന്നെ ഈ സ്പേസിലെ m എലമെൻറ്റ്സുള്ള വേറെ ഏത് ലീനിയർലി ഇൻഡിപെൻഡൻസ് എടുത്താലും അതും എന്തായിരിക്കണം? ഒരു ബേസിസ് ആയിരിക്കണം. ഇതൊരു കോൺട്രഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യും. ഒന്ന് പോസിറ്റ് ആലോചിച്ച് നോക്കുക, ഞാൻ പറയാം. ഞാനിനി ഇതിൻ്റെ ബാക്കി ആർഗ്യുമെൻ്റ് ഒക്കെ പറയാൻ മനസ്സിലാക്കിക്കോളൂ. വെയിറ്റ് ആൻഡ് സി. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ബി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ നോക്കിയോളൂ. ബി ഈക്വൽ ടു ബിയിലെ ആദ്യത്തെ m എലമെൻറ്റ്സിന് ഞാൻ റെഡിങ് കൊണ്ട് എഴുതാം. ആദ്യത്തെ എലമെൻറ്റ്സ് വരുമ്പോൾ V1 എക്സെട്ര Vm. ഇത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എലമെൻറ്റ്സ് ഉണ്ടാവും. കാരണം എന്താ? B1-ലേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പം n ഈസ് മോർ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എലമെൻറ്റ്സിനെ ഞാൻ Vm+1 എക്സെട്ര ലാസ്റ്റത്തെ Vn ഇങ്ങനെ എഴുതി. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെയൊക്കെ പോസിറ്റീവ് ആലോചിച്ച് നോക്കട്ടോ, ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പം ഈ ബിയിലുള്ള ഈ ആദ്യത്തെ m വെക്ടേഴ്സിനെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ. ഈ ആദ്യത്തെ m വെക്ടേഴ്സിൻ്റെ സെറ്റ് അല്ലേ? ആ സെറ്റിലെ മെമ്പേഴ്സ് ഏതൊക്കെയാണ്? V1 എക്സെട്ര Vm. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ? അല്ലേ? ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം എന്താ? ബി ബേസിസ് ആണ്. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സബ്സെറ്റും എന്തായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. സോ ദിസ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ അവർ സ്പേസ് വി. ഇനി B1 എന്താണ്? m എലമെൻറ്റ്സിൽ ഒരു ബേസിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പേസിലുള്ള m എലമെൻറ്റ്സിൽ ഏത് ഇൻഡിപെൻഡൻസ് സെറ്റ് എടുത്താലും അതും എന്തായിരിക്കും? ബേസിസ് ആയിരിക്കും. അപ്പം ഈ റെഡിങ്ങിലുള്ള വെക്ടേഴ്സ് V1 എക്സെട്ര Vm അപ്പം ഒരു ബേസിസ് ഫോം ചെയ്യും അല്ലേ? ഡൗട്ടില്ലല്ലോ? ഇനി ഇത് ബേസിസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം എന്താ? ഇത് ബേസിസ് സ്പേസിലെ സ്പേസിൽ സ്പാൻ ചെയ്യുകയും ചെയ്യും.
അപ്പോൾ ഈ സ്പേസിലെ ഏത് വെക്ടർ എടുത്താലും ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനൊക്കെ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ബിയിൽ തന്നെയുള്ള അടുത്ത VM+1 എടുക്കുക. ഈ VM+1 ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കിയിട്ട് എഴുതാൻ പറ്റണ്ടേ? കാരണം എന്താണ്, ഇത് ബേസിസായി മാറി. ഇത് ബേസിസ് ആയതുകൊണ്ട് തന്നെ ഇത് ബേസിസാണ്. അപ്പോൾ ഈ VM+1 ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കിയിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഈ ബിയിലുള്ള ഒരു വെക്ടറിനെ ഇതിലുള്ള മറ്റ് വെക്ടേഴ്സിൻ്റെ കോമ്പിനേഷനാക്കിയിട്ട് എഴുതാൻ പറ്റുക പറഞ്ഞാൽ ബി അപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയി പോലെ. ബിക്ക് ഡിപ്പെൻഡൻ്റ് ആവാൻ പറ്റുമോ? ബി ബേസിസ് അല്ലേ? ബേസിസ് ആകുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആവണ്ടേ? പക്ഷേ ഇവിടെ ഇങ്ങനെ വന്നപ്പം ഈ VM+1 ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ എഴുതാൻ പറ്റും എന്ന് വരുമ്പം ബി വിൽ ബി ഡിപ്പെൻഡൻറ്റ്. ഞാൻ എഴുതുന്നില്ല, ഒക്കെ നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ എഴുതുക. സോ ബി ഡിപ്പെൻഡൻ്റ് ആയിപ്പോവും. ബി ഡിപ്പെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ഷൻ ആണ്, ബിക്കോസ് ബി ഇസ് എ ബേസിസ്. അപ്പം ഈ ആർഗ്യുമെൻറ്റ്, അതായത് നമ്മളെ വെക്ടർ സ്പേസിന് എന്നിൽ കുറഞ്ഞൊരു ബേസിസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആർഗ്യുമെൻറ്റ് ഇത്തരം ഒരു കോൺട്രഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ വെക്ടർ സ്പേസിന് എന്നിൽ കുറഞ്ഞ ബേസിസ് ഇല്ല എന്ന് ഉറപ്പിക്കാം. നോട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇനി എനിക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളൂ? ഇനി ഈ സ്പേസിന് എന്നിൽ കൂടുതൽ എലമെൻറ്റ്സുള്ള ബേസിസും ഇല്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഈ സ്പേസിലുള്ള ഏത് ബേസിസ് എടുത്താലും അതിലൊക്കെ n എലമെൻറ്റ്സ് ഉള്ളൂ എന്ന് ഉറപ്പിക്കാൻ പറ്റും. സോ ഞാൻ അതിലേക്ക് പോകട്ടെ. സ്റ്റെപ്പ് 2 നമ്മുടെ സ്പേസിന് ഈ n-നേക്കാളും കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒറ്റ ബേസിസും ഇല്ല. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 2. ഇത് പക്ഷേ നമ്മൾ പ്രൂവ് ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെയല്ല പ്രൂവ് ചെയ്യുക, നമ്മളതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയുള്ള റിസൾട്ട് പ്രൂവ് ചെയ്യും. അതായത് നമ്മൾ പ്രൂവ് ചെയ്യും ഈ സ്പേസിൽ ഇനി n-നേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റേ അല്ല എന്ന് പ്രൂവ് ചെയ്യും. അല്ലേ, ബേസിസ് കിട്ടണമെങ്കിൽ ആദ്യം n-നേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കിട്ടണ്ടേ? അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യും ഈ സ്പേസിൽ ബേസിസ് പോയിട്ട് n-നേക്കാൾ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ടാവില്ല എന്ന് പ്രൂവ് ചെയ്യും. സോ ഞാനത് മാറ്റി ചെയ്താൽ പോകട്ടോ. അപ്പോൾ നിങ്ങളുടെ നോട്ടിൽ അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ടായിരിക്കണം. സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒപ്പിക്കുക ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് 2 മാറ്റി ചെയ്താൽ നോ ബേസിസ് ക്യാൻ ഹാവ് മോർ ദാൻ n എലമെൻറ്റ്സ് പറയുന്ന പകരം നോ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ n എലമെൻറ്റ്സ് ചെയ്താണ്. അപ്പം അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബേസിസ് ഉണ്ടാവില്ല അതിനേക്കാൾ കൂടുതലല്ലേ. സോ ഞാൻ ഇവിടെ കൊള്ളിക്കാൻ പറ്റുമോ നോക്കട്ടെ. സ്റ്റെപ്പ് 2 ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ട്. നോ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഹാസ് മോർ ദാൻ n എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെയും കോൺട്രഡിക്ഷൻ ടെക്നിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ സ്പേസിൽ n-നേക്കാളും കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് L ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു കോൺട്രഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഈ സ്റ്റെപ്പ് 1 ആർഗ്യുമെൻറ്റിനോട് വളരെ സിമിലർ ആട്ടോ ഈ സ്റ്റെപ്പ് 2 ആർഗ്യുമെൻറ്റും. അപ്പോൾ പോസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ L-ൽ n-നേക്കാളും കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് n+1 വെക്ടേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും അല്ലേ. n-ൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് n+1 വെക്ടേഴ്സ് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റും. ഞാനത് ചൂസ് ചെയ്യട്ടെ. ഇവിടെ L-ന് n+1 ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് ഞാൻ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ട്, അതിനാണ് മനസ്സിലാക്കോളും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, L ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ സബ്സെറ്റായ ഈ n+1 വെക്ടേഴ്സ് അതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഫോം ചെയ്യും. അതിൻ്റെയും സബ്സെറ്റായ ഈ റെഡിങ്ങിലുള്ള ആദ്യത്തെ n വെക്ടേഴ്സ് അതും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഫോം ചെയ്യും. അപ്പം ഇവിടെ 3 ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ട്. ഒന്ന് ഈ ഫുൾ സെറ്റ് L, പിന്നെ ഈ മൊത്തം n+1 വെക്ടേഴ്സിൻ്റെ സെറ്റ്, പിന്നെ ഈ ആദ്യത്തെ n വെക്ടേഴ്സിൻ്റെ സെറ്റ്. അങ്ങനെ 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ കിട്ടുമെന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടും. കാരണം എന്താ, ഈ ബി നമ്മുടെ സ്പേസിൻ്റെ ഒരു ബേസിസ് അല്ലേ. ഇതിനകത്ത് എത്ര വെക്ടേഴ്സാണ് ഉള്ളത്? n വെക്ടേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പേസിലെ n വെക്ടേഴ്സിലെ ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താലും അതൊക്കെ ഈ സ്പേസിൻ്റെ ബേസിസാണ്. ഇനി ഇവിടെ വരൂ, നമ്മൾ ഈ റെഡ് വെക്ടേഴ്സ് മാത്രം നോക്കുക. എത്ര റെഡ് വെക്ടേഴ്സ് ഉണ്ട്? n വെക്ടേഴ്സ് ഉണ്ട്. ഈ റെഡ് വെക്ടേഴ്സ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഫോം ചെയ്യുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ L1 എക്സെട്ര Ln നമ്മുടെ സ്പേസിൻ്റെ ഒരു ബേസിസ് ഫോം ചെയ്യും. നൈസ്. ഇനി ശ്രദ്ധിക്കുക, ഈ L1 എക്സെട്ര Ln ബേസിസ് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ Ln+1 ഇതിൻ്റെ ഈ റെഡ് വെക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാം. എന്തെങ്കിലും കോൺട്രഡിക്ഷൻ കിട്ടിയോ എന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടി. കാരണം എന്താ, ഈ L1 മുതൽ Ln+1 വരെയുള്ള ഈ മൊത്തം സെറ്റ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിരുന്നു. അതിൻ്റെ അകത്തുള്ള ഈ Ln+1 ഈ വെക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ആകുമ്പോൾ ഡിപ്പെൻഡൻ്റ് ആയി പോകും അല്ലേ. ഒരു സെറ്റിലെ ഒരു വെക്ടറിന് അതിലെ മറ്റ് വെക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുക ആ സെറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ Ln+1 ഇതിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ദിസ് സെറ്റ് വിൽ ബി ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അത് കോൺട്രഡിക്ഷനാണ്. കാരണം എന്താ, നമുക്കറിയാം ഈ സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ആ കോൺട്രഡിക്ഷനിലേക്ക് നമ്മളെ നയിച്ചതാരാണ്? മോർ ദാൻ n എലമെൻറ്റ്സ് ഉള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തതാണ്. അതാണ് നമ്മൾ ഈ കോൺട്രഡിക്ഷനിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമുക്ക് എന്തുറപ്പിക്കാം? ഈ പിന്നെ സ്പേസിൽ മോർ ദാൻ n എലമെൻറ്റ്സ് ഉള്ള ഒറ്റ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ട്. അപ്പം അത് ഞാൻ പ്രൂവ് ചെയ്തു.
അപ്പോൾ നമ്മുടെ സ്പേസിൽ മോർ ദാൻ n എലമെൻറ്റ്സ് ഉള്ള ഒറ്റ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ സ്പേസിൽ മോർ ദാൻ n എലമെൻറ്റ്സ് ഉള്ള ഒറ്റ ബേസിസും ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു, സ്റ്റെപ്പ് 1 നമ്മളെന്ത് പ്രൂവ് ചെയ്തു, n-ൽ കുറഞ്ഞ എലമെൻറ്റ്സ് ഉള്ള ഒരു ബേസിസും നമ്മുടെ സ്പേസിലില്ല എന്ന് പ്രൂവ് ചെയ്തു. ഇപ്പോൾ നമ്മളെന്ത് പ്രൂവ് ചെയ്തു, n-ൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒറ്റ ബേസിസ് നമ്മുടെ സ്പേസിലില്ല എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ഉറപ്പിക്കാം, പിന്നെ ഈ സ്പേസിലുണ്ടാവുന്ന ഏത് ബേസിസിലും അപ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവുക, n എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്തില്ലേ. സോ അതായത് ഏതൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തുള്ള എല്ലാ ബേസിസിലും ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവാം. ഇത് ഞാൻ പ്രൂവ് ചെയ്തു. ഡൗട്ടുകൾ വല്ലതുണ്ടെങ്കിലൊക്കെ ചോദിക്കാം, ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. ഇവിടെ നിങ്ങൾ ഓർത്തെക്കേണ്ട കാര്യം, ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ടിൽ വെക്കുക, അത് ഓർത്തെക്കണം. കൂടെ നമ്മളിതിൻ്റെ ഇടയിൽ പ്രൂവ് ചെയ്തൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തെക്കണം. അതായത് ഈ സ്റ്റെപ്പ്, അതായത് n എലമെൻറ്റ്സുള്ളൊരു ബേസിസ് നമ്മുടെ സ്പേസിലുണ്ടെങ്കിൽ ആ സ്പേസിൽ പിന്നെ n-ൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റേ ഉണ്ടാവില്ല അല്ലേ. ബേസിസ് ഇല്ല എന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, ആ സ്പേസിൽ പിന്നെ n-ൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റേ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മാക്സിമം വരാവുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണ്, n ആണ്. n കൂടുതൽ എന്തായാലും വരില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്തേക്കുക. ബാക്കിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.